सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। ओम ऐं ह्रीं श्रीं ऐं क्लीं सौं महात्वरसुन्दर्यै नमः। ओम महापद्मवनान्तस्ते कारणानन्दविग्रहे सर्वभूतहृदे माता एहि परमेश्वर्यै नमः। ओम ऐं क्लीं ह्रीं सौं भद्रकाल्यै नमः। ओम कालिन्मेघसमप्रभं त्रिनयनं वेदालनन्दस्थितं खड्गं केडकपालधारकशिरा कृत्वा कराग्रेषु च भूतप्रेतपिशाचमातृसहितां रस्वजालाङ्गलं वन्दे दुष्टवसूर्यादिसकलं संहारिकामीश्वरी। ओम ऐं क्लीं ह्रीं सौं भद्रकाल्यै। ओम नमो नारायणाय नमः। സ്നേഹസ്വരൂപരായ ഭക്തജനങ്ങളെ, ശ്രീദേവിയുടെ തിരുസന്നിധിയിൽ ഇന്ന് ഇങ്ങനെയൊരു സത്സംഗത്തിന് അവസരം തന്ന എല്ലാ സംഘാടകരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അവസരത്തിന് ഒരു മഹാഭാഗ്യമായി കരുതിക്കൊണ്ട് എൻ്റെ നാവിൽ ശ്രീ ഭഗവതി വരുവാനായി പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കഴിവതും ഇതൊരു സത്സംഗം എന്നുള്ള രീതിയിൽ സംസാരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു പ്രഭാഷണം നടത്തുക അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുക്കുക അതിന് തക്ക യോഗ്യത ഉണ്ടോ എന്നറിയില്ല. കാരണം എന്നേക്കാൾ അറിവുള്ള ആളുകൾ ഇവിടെ ഇരിക്കുന്നത് കാണും സദസ്സിൽ. എങ്കിലും ദൈവീനാമത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വരുന്ന കുറേ നേരം പൂർണ്ണ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഈ സത്സംഗം നമ്മൾ ഒന്നിച്ച് പങ്കെടുക്കുമ്പോൾ എവിടെ വിദ്വാൻമാരായുള്ള ആളുകൾ ഒന്നിച്ചു കൂടുന്നു അവിടെ പരബ്രഹ്മം അല്ലെങ്കിൽ ഈശ്വരൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ആൾറെഡി ഇത്രയും വലിയൊരു ക്ഷേത്രാങ്കണത്തിൽ തന്നെ ഇത്രയും വലിയൊരു സാന്നിധ്യത്തിൻ്റെ മുന്നിൽ തന്നെ നമ്മൾ ഒത്തുചേരുമ്പോൾ അവിടെ ചിലത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് വളരെയധികം പ്രതിസന്ധിയിലൂടെയാണ് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള പരിഹാരം വളരെ വ്യക്തമായ ഋഷീശ്വരന്മാർ നമുക്കായി നൽകിയിട്ടുണ്ട്. അതിന് പ്രായോഗികമായി ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളിടത്താണ് പലപ്പോഴും നമുക്ക് പരാജയം വരാറുള്ളത്. പക്ഷേ അത് ഒരിക്കലും ആ ശാസ്ത്രങ്ങളുടെയോ ഋഷീശ്വരന്മാരുടെയോ കുഴപ്പമല്ല, നമ്മൾ അതിനെ എങ്ങനെ ഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്.
കാരണം ലോകത്തിലെ ഒരേ സമയം ഏറ്റവും പഴയതും ഏറ്റവും പുതിയതുമായ ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം. അത് ഏറ്റവും നവീനവുമാണ്, ഏറ്റവും പഴയതുമാണ്. ഇനിയും ഒരു 100 കൊല്ലം 1000 കൊല്ലം കഴിഞ്ഞാലും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല. കാരണം അത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ഉൽപ്പത്തിയുമായി വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഇത് ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. ആധുനിക മനുഷ്യൻ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും പലപ്പോഴും അത് സംഭവിക്കുന്നില്ല. അടിസ്ഥാനപരമായ പല ചോദ്യങ്ങൾക്കും ഉത്തരം ഇന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ തന്ത്രശാസ്ത്രത്തിലോ വേദത്തിലോ ഒക്കെ അതിനുള്ള ഉത്തരമുണ്ട്. കാരണം പാശ്ചാത്യമായ സയൻസ്, സൈക്കോളജി, മോഡേൺ സൈക്കോളജി പറയുന്നത് മനസ്സിന് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് അങ്ങനെ 3ആയി തരംതിരിക്കുന്നു. പക്ഷേ തന്ത്രശാസ്ത്രം അതിൻ്റെ അടിയിലേക്ക് വിശ്വമനസ്സെന്നും അതുപോലെ കോൺഷ്യസ്നസ്, അതായത് ബോധതലമെന്നുമൊക്കെ ഒരുപാട് തലങ്ങൾ അടിയിലേക്ക് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട്. ജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും പരിഹരിക്കുവാനും ജീവിതത്തിൽ വളരെയധികം വിജയിക്കുന്ന ഒരാളായി മാറുവാനും കഴിയുന്ന രീതിയിൽ ഒരാളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ശക്തിയുള്ള ഒരു ശാസ്ത്രമാണ് തന്ത്രശാസ്ത്രം, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പറയുന്നത്. നമ്മളതിൻ്റെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് പലപ്പോഴും കൈമോശം വരുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നു. എല്ലാത്തിനുമുള്ള പരിഹാരം ഇതിലുണ്ട്. ഒരു മനുഷ്യനെ അമാനുഷികനാക്കാനുള്ള പവർ ഇതിലുണ്ട്. എന്താണ് തെളിവ്? ഒരു മനുഷ്യന്റെ പരിമിതികൾ എന്താണ്? ഈ പരിമിതികളെ മറികടക്കാനുള്ള ശക്തി തന്ത്രശാസ്ത്രത്തിനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ യോഗശാസ്ത്രത്തിനുണ്ട്. എന്താണ് തെളിവ്? നമുക്ക് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കാൻ സാധിക്കുമോ? നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നോക്കി തീ പിടിപ്പിക്കാൻ സാധിക്കുമോ? അഗ്നി ജ്വലിപ്പിക്കാൻ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. മനുഷ്യന്റെ പരിമിതികളെ അതിവർത്തിക്കാൻ സാധിക്കുമോ? ഇല്ല എന്ന് നമ്മൾ എളുപ്പം പറയും അല്ലേ? പക്ഷെ നമ്മുടെ ശരീരത്തിൽ ഒരു ബാധ അല്ലെങ്കിൽ ഒരു പ്രേതം ആവേശിക്കുന്ന സമയത്ത് മണിച്ചിത്രത്താഴ് സിനിമയിൽ പറയുന്നത് പോലെ നോക്കി വസ്ത്രത്തിൽ തീ പിടിപ്പിക്കാനും ഒക്കെ അതിന് സാധിക്കുന്നു. അന്തരീക്ഷത്തിൽ ലാവിറ്റേറ്റ് ചെയ്യാൻ, ഉയർന്നു നിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ബാധകൾ ആവേശിച്ചിട്ടുള്ള ആളുകളെ നിങ്ങൾ നോക്കിയാൽ കാണാം. നമ്മൾ പലപ്പോഴും ബാധ ഒഴിപ്പിക്കാനൊക്കെ പോകുന്ന സമയത്ത് 5ഉം 10ഉം പേര് പിടിച്ചിട്ടും നിൽക്കുന്നില്ല. കൊച്ചുകുട്ടിയായിരിക്കും, അത്രയ്ക്ക് ശക്തിയാണ്. എങ്ങനെ സൈക്കോളജി രോഗം എന്ന് വിളിക്കുന്ന ഈ അവസ്ഥയിൽ ഇത്രയേറെ ശക്തികൾ എങ്ങനെ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നു? പഠിക്കണം. എന്താണ് അതിന് കാരണം? ദ്വന്ദ്വ വ്യക്തിത്വം, ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയും അല്ലേ മോഡേൺ സയൻസിൽ? അതെ. എവിടെയാണ് ഈ വ്യക്തിത്വം മാറുന്നത്? ബോധ മനസ്സിലാണോ ഉപബോധ മനസ്സിലാണോ? എവിടെയാണ്? ഉപബോധ മനസ്സിലാണ് അല്ലേ? ഉപബോധ മനസ്സിലാണ് ഈ വ്യക്തിത്വം മാറി വരുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ ഉപബോധ മനസ്സിലെ ഒരു വ്യക്തിത്വം മാറി എനിക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിത്വം വന്നപ്പോൾ അതിന് ഇതേ ശരീരത്തിലൂടെ, ഇതേ അവസ്ഥയിലൂടെ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട്. ശരിയല്ലേ?
ഉപബോധ മനസ്സിൽ ഇപ്പൊ നമ്മളോട് ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് പറ്റില്ല, അപ്പൊ തന്നെ അത് അവിടെ അടഞ്ഞു കഴിഞ്ഞു അല്ലെ. നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വം രോഗാതുരമായ ഈ സമൂഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണ്. അത് പാശ്ചാത്യ വിദ്യാഭ്യാസ രീതികളിലൂടെ ഉണ്ടായി വന്ന വ്യക്തിത്വമാണ്. ആത്മശക്തിയെ സംബന്ധിച്ച് ഇവിടെയാണ്, ഭാരതത്തിലാണ് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അത്രയും പണ്ട് മുതലേ ആത്മശക്തിയെ ഉള്ളിലേക്കുള്ള പഠനം പുറം രാജ്യങ്ങളിൽ നടന്നിട്ടില്ല. എന്നാൽ പുറം രാജ്യങ്ങളിൽ ഭൗതികമായ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ അവർ ഒരുപാട് ശ്രമം നടത്തുകയും വിജയിക്കുകയും ചെയ്യും. നമുക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനം, കാറ് വേണമെങ്കിൽ അത് ഏറ്റവും ഭൗതികമായ പാശ്ചാത്യമായ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു കാറ് വാങ്ങണം. പക്ഷേ ഉള്ളിലേക്ക് നമ്മൾ പോവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഭാരതത്തില് വരണം. ഭാരതത്തിലെ ശാസ്ത്രങ്ങളെ പണ്ടത്തെ ഋഷിമാര് ശാസ്ത്രജ്ഞന്മാർ ഉള്ളിലേക്ക് ഗവേഷണം നടത്തി കണ്ടുപിടിച്ചിട്ടുള്ള വസ്തുതകളെ കുറിച്ച് നാം പഠിക്കാൻ തയ്യാറാവണം. ഇന്ന് ഇത് പഠിക്കുന്നത് അത്ഭുതം തോന്നും, കൂടുതലും പാശ്ചാത്യരാണ്. സർ ജോർജ് വുഡ്രോഫ് എന്ന് പറയുന്ന ആവലൻ എന്നാണ് പേര്. അദ്ദേഹം ഒരുപാട് തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് പണ്ട്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതിൽ താല്പര്യം വന്നതെന്ന് പറഞ്ഞാൽ, ഒരു യോഗി, ഒരു താന്ത്രികൻ രം എന്ന അഗ്നിബീജം ചൊല്ലിക്കൊണ്ട് വിളക്ക് കത്തിക്കുന്ന ഒരു കാഴ്ച നേരിട്ട് കാണുകയുണ്ടായി, തീപ്പെട്ടിയൊന്നുമില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന്, ആ സാഹിബിന് ഇതിനകത്ത് താല്പര്യം വരികയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നത്. അപ്പൊ പ്രശ്നം എവിടെയാണ്? നമ്മുടെ ഉപബോധ മനസ്സിലാണ് പ്രശ്നമുള്ളത്. ഉപബോധ മനസ്സിലെ പേഴ്സണാലിറ്റി മാറി എനിക്കിത് കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു പേഴ്സണാലിറ്റി വരുമ്പോൾ എനിക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. മോട്ടിവേഷണൽ ട്രെയിനിങ്സിൽ നമ്മൾ ഇതേ കാര്യം തന്നെ ആളുകൾ പറയാറുണ്ട്. നമ്മൾ മോട്ടിവേഷണൽ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് ഇതേ കാര്യം തന്നെ പറയാം. ഇതിന്റെ ലൈറ്റ് വേർഷൻ, അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ 100% സാധിക്കും, ഡൗട്ടില്ല. കാരണം അന്തരീക്ഷത്തിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ശക്തിയെ നമ്മൾ ആഗിരണം ചെയ്യുന്നത്. ഉദാഹരണം, ഒരു 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 2-3 അടി പൊക്കമുള്ള ഒരു മതില് ചാടിക്കടക്കണമെങ്കിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന എനർജി അല്ല, നമ്മുടെ ആവശ്യം, അതായത് ഒരാൾ പൊക്കമുള്ള ഒരു മതിലോ വല്ലതും കയറണമെങ്കിൽ നമ്മളിലേക്ക് വന്നു ചേരുന്ന ഊർജം, ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക്, ബോധതലത്തിലേക്ക് ഊർജം വന്നു ചേരുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ ഊർജത്തെ സ്വാംശീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഊർജം എന്നാൽ ശക്തി എന്ന് തന്നെയാണ് അർത്ഥം. പരയിലാണ്, മൂലാധാരം എന്ന് പറയുന്ന നമ്മുടെ അടിഭാഗത്തുള്ള പരയിലാണ് ഈ ശക്തി കുടികൊള്ളുന്നത്, ഊർജം, നമ്മൾ ഈ സ്വാംശീകരിക്കുന്ന ഊർജം. അതുകൊണ്ട് അതിനെ പരാശക്തി എന്ന് ഋഷിമാർ വിളിച്ചു. വ്യക്തമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന പരാശക്തിയെ ഉണർത്തിക്കൊണ്ട് പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും സംഭവിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത്, കൃത്യമായി വേണ്ട രീതിയിൽ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളിൽ സംഭവിച്ചിട്ട് പലരും പറയാറുണ്ട്, ഈ ഇന്ന പ്രാർത്ഥിച്ചു, ഇത്ര ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇന്ന കാര്യം നടന്നു. എങ്ങനെയാണത്? അവരവരുടെ തന്നെ ആത്മശക്തിയെ ഇത്തരത്തിൽ ഉദ്ദീപിപ്പിക്കാൻ ക്ഷേത്രം സഹായിക്കുന്നു. അതിനുള്ള ഒരു ടെക്നോളജിയാണ് അമ്പലം അല്ലെങ്കിൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇന്ന് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ള വിഷയങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ ഇവിടെ ചുരുങ്ങിയ സമയം കൊണ്ടൊന്ന് പറയാൻ ശ്രമിക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോകാൻ സമയം ഇല്ല എങ്കിൽ പോലും ഇത് കൃത്യമായി എങ്ങനെ ഉപയോഗിക്കണം ഈ സംവിധാനങ്ങളെ, അല്ലെ? നമ്മുടെ കയ്യിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും നമുക്കത് ഉപയോഗിക്കാൻ അറിയില്ലെങ്കിൽ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അത് വളരെയധികം ശക്തിയുള്ള, ഒരുപാട് ശക്തിയുള്ള, നമ്മൾ അറിയപ്പെടാത്ത ശക്തികളുള്ള, നിഗൂഢമായ ശക്തികളുള്ള
ഒന്നാണ് നമ്മുടെ ശരീരം. അതിൻ്റെ വാല്യൂ നമുക്കറിയില്ല, അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്നും പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും പേറി മനുഷ്യൻ ജീവിച്ച് മരിക്കുന്നു. മോചനം ഉണ്ടാവുന്നില്ല. കൃത്യമായി അതിനെ ഉപയോഗിച്ചാൽ ജനന മരണ ചക്രങ്ങളിൽ നിന്ന് വരെ നമുക്ക് മോചനം നേടാൻ സാധിക്കും. വേണ്ട വിധത്തിൽ ഇതിനെ ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാണ് നമുക്കും പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പുറത്തെ മുറിയിലിരിക്കുന്ന പയ്യനെ ആഹാരം കഴിക്കാൻ അമ്മ വിളിക്കണമെങ്കിൽ അവന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കൊടുത്തെങ്കിലേ ഇന്ന് വരത്തുള്ളൂ. കാലം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യൻ തമ്മിൽ മുഖത്തോട് മുഖം സംസാരിക്കുന്ന കാലം മാറി. കുട്ടികൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർ എപ്പോഴും മൊബൈലിൽ ഇങ്ങനെ മുറുക്കാൻ തേക്കുന്ന കൂട്ടി ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ ശീലം കൊണ്ട് മുഖം നോക്കി സംസാരിക്കുന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഇരിക്കുന്നവൻ ആണോ പെണ്ണോ നപുംസകമോ എന്ന് പോലും അറിയാത്ത ഒരു ഇന്റർനെറ്റ് എന്ന് പറയുന്ന ലോകത്തിരുന്ന് അവൻ പ്രണയിക്കുന്നു, കരയുന്നു, ചിരിക്കുന്നു, ജീവിക്കുന്നു സങ്കല്പ ലോകത്തിൽ. ഇത് ശുദ്ധ ഭ്രാന്താണ്. 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് പഞ്ചഭൂതാത്മകമായ ഈ ലോകത്തെ അനുഭവിക്കുമ്പോഴാണ് നാം ജീവിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മുടെ കുട്ടികൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ പണ്ട് വെള്ളത്തിൽ ചാടി കളിച്ച് ആറ്റിലൊക്കെ ചാടി കുളിച്ച് രസിച്ച് തിമർത്ത് പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളിലേക്ക് പ്രാണശക്തിയെ പ്രത്യാഹാര രൂപത്തിൽ സ്വാംശീകരിച്ചിരുന്ന നമ്മുടെ ഊർജം ഇന്നത്തെ കുട്ടികൾക്കില്ല. അതുകൊണ്ട് ഒന്ന് പറഞ്ഞ് 2ാം വാക്കിന് അവൻ ആത്മഹത്യ ചെയ്യുന്നു. ഒന്ന് പറഞ്ഞ് 2ാം വാക്കിന് കാമുകിയെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് സ്വയം കത്തുന്നു. നമുക്ക് എവിടെയാണ് തെറ്റുന്നത്? നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല, നമ്മൾ പഠിക്കുന്നില്ല. കാരണം ഇവിടെ നിങ്ങളെ പേടിപ്പിക്കാൻ ഒരു പുരോഹിതനും വരുന്നില്ല. ഇവിടുത്തെ ഈശ്വരൻ നിങ്ങളെ ശപിക്കും, നിങ്ങൾ മേൽ മഹാമാരി വർഷിക്കും, എന്നെ ആരാധിച്ചില്ലെങ്കിൽ എന്ന് പേടിപ്പിക്കുന്നില്ല. നമ്മളിവിടെ നമ്മുടെ സനാതന ധർമ്മത്തിൽ സ്വതന്ത്രരാണ്. ആ സ്വാതന്ത്ര്യം നമ്മൾ മിസ്യൂസ് ചെയ്തു. നമ്മളെ പഠിക്കാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും നമ്മളത് പ്രയോജനപ്പെടുത്തിയില്ല. നമ്മൾ ആചരിച്ച് കാണിക്കാത്തത് കൊണ്ട് നമ്മുടെ കുട്ടികൾ ആചരിക്കുന്നില്ല. ശരിയല്ലേ സുഹൃത്തേ? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കൊച്ചു കുട്ടികൾ അവർക്ക് ഒരു പ്രായമെത്തുമ്പോൾ നമ്മളോടുള്ള ഭയം പോവും. നമുക്ക് ഭയപ്പെടുത്തി നിർത്താൻ കഴിയുന്ന ഒരു ലെവല് കഴിയുമ്പോൾ ആ നമ്മളിലും ഭയം ഉണ്ടാവാൻ സാധ്യതയുള്ള ഈശ്വര ഭയം അല്പം ഉള്ളത് നല്ലതാണ്. അപ്പം തെറ്റുകളിൽ നിന്ന് സ്വയം ഒരു ബോധം ഉണ്ടാവും. അപ്പൊ നമ്മുടെ വിഷയം ഈ പറഞ്ഞു വന്നത് ഇത്തരത്തില് നമ്മുടെ ഊർജത്തെ വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. അറിയാവുന്നവരുണ്ട്, ചിലർക്കറിയില്ല, ചിലർക്കറിയാം. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശ്രീ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം എനിക്ക് വളരെയേറെ ഭയഭക്തി ബഹുമാനങ്ങളുള്ള ഒരു ക്ഷേത്രം, ആത്മബന്ധമുള്ള ക്ഷേത്രം. എൻ്റെ ചേട്ടന്മാരൊക്കെ ഇവിടെ മേൽശാന്തിമാരായിട്ട് വന്നിട്ടുണ്ട്, പലരും പലതവണ. ഈ ചെട്ടികുളങ്ങര ക്ഷേത്രത്തെ സംബന്ധിച്ച് ഇവിടുത്തെ ആരാധനാ രീതികളെയും ഇവിടുത്തെ പ്രത്യേകതകളെയും സംബന്ധിച്ച് ഇന്ന് ലോകം അറിഞ്ഞു വരുന്നു. അതായത് യുനെസ്കോ അല്ലേ ഒക്കെ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി ഇതിനൊക്കെ പ്രത്യേകത ഇവിടുത്തെ കെട്ടുകാഴ്ചകളെ കുറിച്ചൊക്കെ പ്രത്യേകത വേൾഡ് ഹെറിറ്റേജിൽ ഒക്കെ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ കെട്ടുകാഴ്ച, എന്താണ് ഇവിടുത്തെ ആരാധനാ രീതി, ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് നമ്മളിൽ ചിലരെങ്കിലും. അറിയാവുന്നവരുണ്ടാവും, ഒരുപാട് പേരുണ്ട്. അറിയാൻ വയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. എന്താണ് ഇവിടുത്തെ കെട്ടുകാഴ്ചകൾ? ഭയങ്കര രസമാണ്. പല പല അഭിപ്രായങ്ങളാണ് വരുന്നത്. ബുദ്ധ കാലഘട്ടത്തില് ബുദ്ധ മതക്കാരുടെ ആടയാഭരണങ്ങൾ അതുപോലുള്ള ഈ കെട്ടുകാഴ്ച അതുപോലെ സാമ്പിളാണ്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചില ചരിത്രകാരന്മാർ പറയുന്നു. ഇവർക്ക് ഇതൊന്നും തമ്മിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച ചില വെളിപാടുകൾ ഇവിടെ ഈ നിമിഷത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.
കെട്ടുകാഴ്ചയെ സംബന്ധിച്ച് വ്യക്തമായ രീതിയിലുള്ള ധാരണ ആളുകളിലുണ്ടോ എന്ന് സംശയമുണ്ട്. എന്താണ് കുറെ നമ്മൾ തേര് കുതിര എല്ലാം കൊണ്ടുവരുന്നു, ഇവിടെ കൊണ്ടുവരുന്നു, ചെയ്യുന്ന ഒക്കെ നല്ല കാര്യമാണ്, വളരെ പ്രധാനമാണ്. പക്ഷെ എന്താണ് അതിന്റെ ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ എന്താണ്, എന്തിനാണ് പൂർവികർ ഇതിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന് ഇപ്പോഴും വ്യക്തമായി അറിയാമോ എന്നൊരു സംശയമുണ്ട്. ചോദിച്ചപ്പോൾ പലരും വ്യക്തമായ മറുപടികൾ കിട്ടിയിട്ടില്ല. അപ്പം അമ്മ ചോദിക്കുന്ന 1-2 കാര്യങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ തിരുത്താം, നല്ല കറക്റ്റായിട്ട് തോന്നുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ എടുക്കാം. ഇത് തികച്ചും വ്യക്തിപരമാണ്. ഇതിനകത്ത് തെറ്റുണ്ടെങ്കിൽ എൻ്റെ കുറ്റമാണ്, ഒരിക്കലും ആചാര്യന്മാരുടെ കുറ്റമല്ല. ശരിയായിട്ടുള്ളതൊക്കെ ആചാര്യന്മാരിൽ നിന്ന് വരുന്നെന്ന് എടുക്കാം.